നീലക്കടലായി ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയം. ഏഷ്യാകപ്പിൽ ഭാരതം പാകിസ്ഥാനെ നേരിടുന്നത് കാണാൻ 10,000-കണക്കിന് ക്രിക്കറ്റ് പ്രേമികൾ. കനത്ത ചൂടിനെ അവഗണിച്ച് മത്സരം ആരംഭിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ആരാധകർ കളി കാണാനായി എത്തുകയായിരുന്നു. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏഷ്യാകപ്പിൽ ഏവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മത്സരം തുടങ്ങാൻ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആരാധകർ ഇങ്ങോട്ട് ഒഴുകിയെത്തുകയാണ് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക്. ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുമ്പോൾ അത് ഗാലറിയിലും കളിക്കളത്തിലും ഒരേപോലെ ആവേശം വിതറും. അങ്ങനെ നിരവധി പേരാണ് യുഎയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ കുറച്ച് മലയാളികളുണ്ട് കളി കാണാൻ എത്തിയവർ. അത് എന്താണ് ഇന്നത്തെ പ്രതീക്ഷകൾ? ഇന്ത്യ ജയിക്കും മസ്റ്റായിട്ട്. ഇന്ന് സഞ്ജുവിൻ കളിക്കുന്ന നമുക്കൊരു ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഒരു ഇരട്ടി മധുരമാണ്. എങ്ങനെയാണ് സഞ്ജുവിൻ്റെ പ്രകടനം കാണാൻ കാത്തിരിക്കുകയാണ്? കഴിഞ്ഞ കളിയിൽ സഞ്ജു കീപ്പിംഗ് മാത്രമാണ് ചെയ്ത്, ബാറ്റിംഗ് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. ഇന്ന് സഞ്ജു മികച്ച സ്കോർ നേടി ഇന്ത്യ വിജയത്തിലെത്തിക്കുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? ഇല്ല, സഞ്ജുവിന് ഓപ്പണിംഗ് കിട്ടാൻ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത്. മിഡ് ഓവറിൽ ഇറങ്ങാനാണ് കൂടുതൽ. എന്നാൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കാണാൻ, അതായത് ഇന്ത്യക്ക് അത് വിക്കറ്റ് നഷ്ടപ്പെട്ടില്ലെങ്കിൽ മിഡ് ഓർഡറിൽ ഇറങ്ങുവാണെങ്കിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് കാണേണ്ടി വരില്ല. എന്നാൽ സഞ്ജു ഒരു ചാൻസ് കിട്ടി സഞ്ജുവിൻ്റെ പ്രകടനം കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? ഒരു മലയാളി നിരയിൽ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ് ഇന്നത്തെ കളിയുടെ പ്രതീക്ഷ? ഇന്ത്യ ഒരു 60 റൺസിനെങ്കിലും ജയിക്കണം. ഒരു എക്സൈറ്റിംഗ് മാച്ച് ആകണം എന്നാണ്. പക്ഷേ ഇന്ത്യ ജയിക്കണം മസ്റ്റായിട്ട്. ലാസ്റ്റ് ടൈം ഞങ്ങൾ വന്നപ്പം ഇന്ത്യ ജയിച്ചില്ല പാകിസ്ഥാൻ്റെ കൂടെ. ഞങ്ങൾ ഇവിടെ ലാസ്റ്റ് ഏഷ്യ കപ്പിന് വന്നപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് മാച്ച് കാണാൻ വരാറുണ്ട്. ഇവിടെ UAE എപ്പോഴും മാച്ച് നടക്കുമ്പോൾ. അപ്പോൾ ഇന്ന് ഇന്ത്യ ജയിക്കുമെന്ന് ഉറച്ച പ്രതീക്ഷയിലാണ് അല്ലേ? അപ്പോൾ ഇന്നിപ്പോൾ പറയാം, ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് ഒരു അത്ര എതിരാളിയൊന്നുമല്ല, എന്നാലും ഇന്ത്യയുടെ ഒരു ആധികാരിക വിജയം തന്നെ ഇവിടെ സംഭവിക്കുന്നു പ്രതീക്ഷിക്കുന്നില്ലേ? തീർച്ചയായും ഇന്ത്യയുടെ ഇപ്പോഴത്തെ ടീം എന്ന് പറയുന്നത് നല്ല ടീം. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മ ഇല്ലെങ്കിൽ പോലും ഇന്ത്യയുടെ ടീം നല്ല സെറ്റിലാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഇന്ത്യ തന്നെ ഇന്ന് ജയിച്ചിരിക്കും, തീർച്ചയാണ്. കനത്ത ചൂടിനെ അവഗണിച്ച് ക്രിക്കറ്റ് ആരാധകർ ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം കാണാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഏതാണ്ട് ഗാലറി പൂർണ്ണമായി നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് രഞ്ജിത്ത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ, ജനം.